നെന്മാറ ഇരട്ടക്കൊലപാതകം ശിക്ഷാവിധി നാളെ. പ്രതിയെ നാളെ ഓൺലൈനിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. വധശിക്ഷ ഒഴിവാക്കണമെന്ന് ചെന്താമരയുടെ അഭിഭാഷകൻ. കേരളത്തെ നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി വ്യാഴാഴ്ച. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. പ്രതിയെ അടുത്ത ദിവസം ഓൺലൈനായി ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജില്ലാ നിയമസഹായവേദി 2 ദിവസമായി ചെന്താമരയ്ക്ക് കൗൺസിലിംഗ് നൽകി വരികയാണ്. കൗൺസിലിംഗ് റിപ്പോർട്ട് വ്യാഴാഴ്ച കോടതിയിൽ സമർപ്പിച്ച ശേഷമാകും വിധി പ്രസ്താവിക്കുക. അതേസമയം ശിക്ഷാവിധി അടുത്ത ദിവസം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടാവില്ലെന്ന് പ്രോസിക്യൂട്ടർ MJ വിജയകുമാർ പറഞ്ഞു. വിധി നാളെ ഉണ്ടാവാൻ വഴിയില്ല. മാറ്റിവെച്ചാൽ ഒരു മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ട് ഒന്ന് വരാനുണ്ട്. അത് വന്നിട്ടില്ല കോടതിക്ക്. അവർ ഇന്നലെ പോയി അന്വേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഒന്ന് കോടതിക്ക് കൊടുക്കും. അത് കോടതി നാളെ കോടതിയിൽ അത് തുറക്കുമായിരിക്കും. അത് തുറന്നിട്ട് നമുക്ക് അതിൻ്റെ വാദങ്ങൾ വേണമെങ്കിൽ അതിൽ വാദങ്ങൾ നടത്താം. അത്രേ ഉള്ളൂ. നാളെ പ്രതിനെ ഹാജരാക്കില്ല. അവർ വീഡിയോ കോൺഫറൻസിങ് മുഖാന്തരമാണ് ഹാജരാക്കാം. നമ്മൾ ഇനി തെളിവുകളുടെ ഒരു ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നില്ല. ഇപ്പോൾ സെൻറ്റൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ വാദിക്കേണ്ടത്. അപ്പോൾ സെൻറ്റൻസിൽ ഏതേത് സാഹചര്യം ഇയാൾക്ക് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ എന്താണെന്നാണ്. കാരണം അയാൾ 2019 ചെയ്തു, പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വന്നു, പിന്നെയും അയാൾ പ്രിപ്പറേഷനാണ് നടത്തിയത്. അപ്പോൾ ആദ്യം തന്നെ അയാൾക്ക് ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു, പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും അപ്പോൾ എവറിത്തിങ് ഇസ് പ്രീ പ്ലാൻഡ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾ പിന്നെ അയാൾ കോടതി വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇനിയും ചെയ്യുന്നതാണ്. പ്രൊബേഷണറി റിപ്പോർട്ടും ഇനിയും ചെയ്യുന്നതാണ്. പ്രൊബേഷണറി റിപ്പോർട്ട് അടക്കം ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കോടതി പരിഗണിച്ചിട്ട് അത് മാക്സിമം ഡെത്ത് സെൻറ്റൻസ് തന്നെ കൊടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറുഭാഗം പറഞ്ഞിട്ടുള്ളത് സർക്കംസ്റ്റൻഷ്യൽ സാഹചര്യത്തോട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാൻ പാടില്ല എന്നാണ് മറുഭാഗം പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് അവർ വാദിക്കലൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിട്ടുള്ളത് അതിനൊന്നും സാഹചര്യമില്ല എന്നാണ്. അത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള വലിയ എഫക്റ്റൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം ഇതും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ആയതുകൊണ്ട് ഇത് അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ബാധിക്കാൻ പറ്റില്ല, ബാധിക്കാനൊന്നുമില്ല എന്നാണ് ആ രീതിക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നമ്മളുടെ ഒരു ഇല്യൂഷനാണ് എന്നാണ് പറയുന്നത്. ഇല്ല അങ്ങനെ ഒന്നും. അത് കഴിഞ്ഞ കേസിലും കഴിഞ്ഞ വക്കീലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാൽമീകി സെയിൻ്റായ കാര്യം അത് ഈ പ്രാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞ തവണയും കേസ് പറഞ്ഞു. അത് വാൽമീകി ഒരു കഥ തന്നെയല്ലേ, സംഭവം നടന്നതല്ലല്ലോ. ഇല്ല, നമുക്ക് സത്യത്തിനൊപ്പം നിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയെങ്കിലും തെളിയിക്കണം എന്നുള്ളത് മാത്രമേ നമുക്കുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഈ കോടതിയിൽ ചെയ്യണമെന്ന് അയാൾക്ക് നമ്മൾ സത്യത്തിനോട് നോക്കണം. അത് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെയ്തു വിശ്വസിക്കുന്നു. വധശിക്ഷ കിട്ടണമെന്നാണ് നമ്മളെ ആഗ്രഹം. സാധ്യതയുണ്ട്, ബാക്കി കോടതി നോക്കി തീരുമാനിക്കാം. മിറ്റിഗേഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം കോടതിയിൽ വാദം തുടർന്നേക്കും. പ്രതിയെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നതിനാൽ വിധി പറയാൻ സാധ്യതയില്ലെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. മുൻകൂർ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയത്. ഇയാൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ്. ഇനിയും കുറ്റകൃത്യം നടത്താൻ സാധ്യതയുണ്ട്. പ്രതിക്ക് മാനസാന്തരമുണ്ടാകാൻ സാധ്യതയില്ല. പുഷ്പ, ശിവരാജൻ തുടങ്ങിയ അയൽവാസികൾക്ക് പ്രതിയിൽ നിന്ന് ഭീഷണിയുണ്ട്. കുടുംബത്തിലെ മറ്റുള്ളവരുടെ സുരക്ഷ പരിഗണിക്കണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാർ കോടതിയിൽ പറഞ്ഞു. പ്രതിക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളതെന്നും നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ജേക്കബ് മാത്യു പറഞ്ഞു. കാട്ടാളനായ വാത്മീകി മാനസാന്തരം സംഭവിച്ച മഹർഷിയായിട്ടുണ്ട്. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന നിലപാടായിരുന്നു അന്വേഷണ സംഘത്തിന്. ചെന്താമരയ്ക്കെതിരെ തെളിവ് ശേഖരിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. സംശയത്തിന്റെ സാഹചര്യം കേസിൽ നിലനിൽക്കുന്നുണ്ടെന്നും പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നും ചെന്താമരയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു ശിക്ഷാവിധി വ്യാഴാഴ്ച പ്രസ്താവിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയത്. നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി 1.5 വർഷമാകുമ്പോഴാണ് വിധി വരുന്നത്.
2025 ജനുവരി 27-നാണ് ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. കേസിൽ 132 സാക്ഷികളും 30 ശാസ്ത്രീയ തെളിവുകളുമാണുള്ളത്. 2019 സജിതയെ കൊന്ന കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.